Come
സ്ത്രീയെന്നെ മാതാവ് വാഴുക മാതാവിലോ പിതാവേ സ്വന്തം ജ്യേഷ്ഠൻ മാതരവൻ 3721 ശ്രീ ഗുരുവേ ഗുരുക്കന്മാർ വാഴേ രണ്ടിലായിരം സത്യം വാഴുക മൂന്നിലായിരിക്കും നല്ല ബ്രഹ്മൻ വിഷ്ണുമേശ്വരന്മാർ വാഴുക നാലിൽ വല്ലപർവ്വതം വാഴേ അഞ്ചിലോ പഞ്ചഭൂതികൾ അഞ്ചും വാഴുക ആറിലോ ആരാധാരം വാഴുക എഴുതിയോ അക്ഷരം വാഴുക എട്ടിയോ അക്ഷരയ്ക്ക് പാലകന്മാർ വാഴേ രുദ്രൻ വാഴുക 12 കതിരുടെ കതിരാദിത്യന്മാർ വാഴുക ആദിയായ കാലത്ത് രാവില്ല അവിടെയില്ല മഞ്ഞില്ല ഇരുളില്ല വെളിവില്ല അതേ കണ്ട് നിലനിൽക്കുന്നോരു നേരം ശ്രീ മഹാദേവൻ ഗണപതി എന്ന് തോന്നപ്പെട്ടു ഗണപതി തന്നുടെ കൊമ്പ് കൊണ്ട് കുത്തേ ഉയർത്തിയ നീനാകാശം കാലുകൊണ്ട് ചവിട്ടിയിരുത്തിയ കീഴങ്ങളിൽ ഭൂമി നരികാർ മണ്ഡപം വാഴേ കൊമ്പുകൊണ്ട് കുത്തി ഉയർത്തിയ മീനും എന്ന നീലാകാശത്തെ എന്തെല്ലാം ഉള്ളോരോ അലങ്കാരങ്ങൾ കാണാനുണ്ട് രാവുക്ക് രാവുടെ ചന്ദ്രഭഗവാൻ വാഴുക പകലക്ക് പകരുടെ ആദിത്യ ഭഗവാനും വാഴുക നാൽമീനം ഗോർമീനം നഗരം നക്ഷത്രാദി ഇന്ദ്രാദി മന്ത്രാദി ദേവഗണങ്ങളൊന്ന് വാഴേ മണ്ഡപത്തിലെ ചെമ്പോറിക്കമത്തല്ല ചെമ്പിന്നാളമണച്ചെന്ന ചെറുളഞ്ഞുണ്ണി മുക്കിട്ടി തിരുവൈരാമച്ചമാരേരിയൻ മുയൽച്ച വീട്ടൂർ നെല്ലികൃഷ്ണക്രാന്തി എന്നിങ്ങനെയുള്ള ദശാപുഷ്പത്തിനെയും പറയിച്ചിട്ട് ഊർന്നിട്ടാരാധിച്ചവനെ നിൽക്കുന്ന സുബ്രഹ്മണ്യുണ്ണി ഗണപതി മഹാഗണപതി സരസ്വതി ദേവി എന്ന് വാഴേ നാഗാമണി എന്ന കുടിമല്ല നാഗാമണി എന്ന കുടിമല്ലക്കിലോടുമ്പോൾ വിടുന്നോളം ചവിട്ടുമ്പോൾ എണ്ണ വിളക്കും ഏഴേ മാനെന്ന നാളിക്കരിങ്കല്ലിന്റെ നാളത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ദൈവം 4 ഗണപതി 2 കോടില്ലോടനെ ബ്രഹ്മൻ ബ്രഹ്മരാക്ഷൻ വേട്ടേക്കിടകി വേട്ടേക്കരവൻ സന്ധിമുണ്ടുള്ള കാളി കൊടുങ്കാളി വാളും മനമ്മ അവയിൽ ഭഗവതി ഭദ്രകാളിയും വാഴേ മുകുന്ദപുരം പേരുന്നച്ഛനും വാഴുക വിളിക്കുമ്പോ വിരുന്ന ഇരുഞ്ഞാലക്കുട കൂടന്മാണിക്കത്തപ്പൻ കുടയാന്തപരദേവം വാഴേ അമുണ്ടവശാലി എന്ന് കുടയങ്കഴിഞ്ഞാം ഇത്തേക്കോട്ടവിടനിലേക്ക് ശാന്തയം കഴിഞ്ഞോ ഇരുഞ്ഞാലക്കുട എന്നോ കൈകൊട്ടെ ആർത്തോടിച്ചു തെക്കിലേടത്ത് പള്ളികളിൽ പള്ളി നിദ്ര സുഖലാണ്ടറങ്ങും മകനെ ബ്രഹ്മാണ്ട പാലകം വാഴുക പടക്കും കുടയ്ക്ക് മണങ്ങിയ പടയുടെ നമ്പിയേക്കലും വാഴേ നാട്ടിൽ തെളിഞ്ഞ നാടായിരിക്കുന്നല്ല വീട് വെച്ച് നാടൻ വാഴുക ദേശത്തേതുമിങ്ങിയ ദേശമായിരിക്കുന്നു അന്നേരത്തിങ്ങനായിരിക്കുന്നല്ല നാട്ടുകരലെ ശങ്കരയും കരപ്പുറം വാഴുക തട്ടകത്ത് അമ്മാവതി വാഴുക തേവരെ നെല്ലച്ഛനം വാഴേ ഇരുവരുടെയും കല്ലടയ്ക്ക് നാളെ മതിൽക്കും പുറമേ പടിയാലവിടെ അടച്ച് കുടിയിരിക്കുന്ന വീട്ടിൽ തെളിഞ്ഞ വീട് പണ്ടേക്കും പണ്ടഴകിയ നിറവാട് താഴത്ത് പറമ്പിൽ വാഴുന്ന കാണിൽ അമ്മയുടെ തറവാട് വാഴേ അങ്ങനെ
21,000 മന്ത്രമുള്ള സേവാകരക്കളം വാഴുക. അച്ഛന്റെ മകളയോടെ മാറുന്ന വൃക്കണ്ണിൽ നിന്ന് പാലോലോട്ടെ വിളങ്ങുപോലെ ഖനനം ചെയ്ത മകളെ, അച്ഛന്റെ ഓമന മകളെ, ഉദിരാവയങ്കര ശ്രീ ഭദ്രകാളിയമ്മാകെ. ചിത്രത്തിലരിക്കും മകനെ അസുരാഗുരുവെന്നെ വിഷമായ സമയം വാഴുക. വടുതരാപാറം വിട്ടി വിളവന്നവനെ ഓമനാകരിമുട്ടുമായ വജാത്തന്മാർ വാഴുക. ഈ സ്ഥലത്തിങ്കലുണ്ടല്ലോ ബ്രഹ്മരക്ഷ കരിനാഗമണിനാഗമഞ്ജനാഗങ്ങളെ നാഗരാജാവുകാക്ഷി പറക്കുട്ടിയും വാഴുക. കുന്നത്തെ ഉണപ്പാട്ടിലെ കലയില്ല കുഞ്ഞിപ്പുനനും വാഴേ. മനസ്സിന്റെ വീടങ്ങാഗ്യങ്ങളൊന്നും വെക്കാതവന്റെ ഏഴൊന്നിനെ കുറിച്ച് മാറ്റി മാറ്റി പറഞ്ഞെടുത്ത ഏകവിഷ്ണുവിടെയാളവരുടെ വരം കൈയാളച്ച ഒരു കലശം തണ്ടിച്ചവയില് നടുക്കളത്തിൽ കാട്ടി പൂജിച്ച ഇങ്ങച്ചങ്ങാതിയുടെ വീണാ തങ്കജ്ഞാനക്കുളവരെ എഴുന്നള്ളി വന്നിട്ട് ഇന്നത് വേണമെന്ന് ചെല്ലുവാനോ ഇപ്രകാരം വേണമെന്ന് ചെല്ലുവാനും കുറ്റത്തെ നീക്കി 2 വാക്കുഗുണദോഷങ്ങളൊക്കെ അരുളി ചെയ്യുവാനായിട്ട് കാലവും നേരം വിളക്കാതെ കണ്ട് എഴുന്നേരുവാൻ നേരമാകുന്നേ കല്ലിമുല്ലവാരും ദൈവങ്ങളെ സേവാമളവതി മുത്തശ്ശിരന്നപ്പോ മൺമറഞ്ഞു പോയ വായുകാർന്നവന്മാരുടെ കാലത്ത് ഒന്നല്ലോ പുരുഷനായിരിക്കുന്നല്ലോ. മണ്ണിനോടും മരത്തിനോടും പാട്ടാത്തോട്ടം വാഴ്പറമ്പുകളൊക്കെ കൈകൂട്ടിനാലെ കുത്തി കളച്ചും പരിപാലിച്ചും അങ്ങനെ നിലവ് നിൽക്കുമ്പോ അർദ്ധം നിധി കൊണ്ട് നേടിയെന്ന് വന്നാലോ മണ്ണിനും മരത്തിനും വിധിയായി പോകുമായത് കൊണ്ട് എനിക്ക് വേഗം തന്നെ ഒരു സ്ത്രീയോലംബ കന്യാവിനെ വേലി കഴിച്ചു എന്നെ താനില്ലെന്നോട് തറവാട്ടോടെ കൊണ്ടുപോരണമോ എന്നും നിറന്നു യോഗിയ പുരുഷനും അങ്ങനെ വേണ്ടുന്നില്ല. സന്തുക്കളും ബന്ധുക്കളൊക്കെ തീർന്നു. വഴിയാല വഴി പോകുന്നല്ലോ മാറ്റാനക്കര പ്രദേശത്ത് ചെന്നു. ഒരു സ്ത്രീയോളം കന്യാവിനെ കണ്ടു. മനം തെളിഞ്ഞു താലി കെട്ടി പുടവ കൊടുത്ത് കാണുന്നല്ലോ. അവളുടെ കയ്യും പിടിച്ചു കൊണ്ടുപോരുന്നു. അങ്ങനെ താനെല്ലാം തന്നോട് തറവാട്ടിങ്കലെ കൊണ്ടുവന്നു. അവരിരുവരും കൂടി കാലങ്ങളോളം പാർത്തും വളർന്നും അങ്ങനെ അറിയിരിക്കുന്നു ഒരു കാലം. കഴിഞ്ഞു പോകുന്നു. ഒരു നേരത്തുണ്ടല്ലോ കന്യാവ് കെട്ടു കാണുന്നില്ല. പ്രസവിച്ചു കാണാത്ത വഴി മൂലം കൊണ്ട് യോഗിയ പുരുഷനും പറഞ്ഞു, അല്ലയോ എന്റെ പെണ്ണെ പെൺകിടാവേ, നമ്മളുടെ വേലി കഴിഞ്ഞിട്ടു കാലങ്ങളെ കഴിഞ്ഞടി പെണ്ണെ. വർഷങ്ങളും ചിലതും പലതും കഴിഞ്ഞു പോയിടി. ആയത് കൊണ്ട് നീയൊന്നു വിറ്റില്ല. പ്രസവിച്ചു കാണുന്നില്ല. നിന്റെ പ്രൗഢി തലക്കിൽ ഒരു പുത്രനെയോ പുത്രിയെയോ പെട്ടെടുക്കടി
കെട്ടി പെണ്ണെ ഞാനൊന്നു മണി വളർത്തിക്കൊള്ളാൻ കന്യാവേ എന്നതിനെ കേൾക്കുമ്പോ കന്യാവ് കുളം കണ്ടവിടെ കുളിക്കുന്നല്ലോ കല്ല് കണ്ടവിടം തൊഴുതു ശാസ്താക്കന്മാർക്ക് ശംഖും ചരക്കോലും നേർന്നു തട്ടകത്ത് അമ്മ ഭഗവതിക്ക് കൂട്ടുപെട്ടി കൂട്ടുപായസങ്ങളൊക്കെ നേർന്നു കൂട്ടുപായസം വാങ്ങി അമൃതനെ കഴിക്കുന്നല്ലോ 41 ദിവസങ്ങളൊക്കെ മെയ്യടിമാ ഭജന ശുദ്ധത്താലെ കഴിഞ്ഞു 41 ദിവസം ഭജനം മുടക്കുന്നല്ലോ തങ്ങളവൻ ഭർത്താവും ഒന്നിച്ചു തെക്കിനി എന്ന മുറയറിയ ചന്ദന കുത്തുകട്ടിലും മേൽ കയറി കിടന്നു അന്നുറക്കം പന്നുറക്കം പ്രാവുറക്കം പക്ഷിയുറക്കം കുംഭകർണന്റെ സുഖിലാണ്ടെന്നിന സുഖലമുറങ്ങി കാണുന്ന കന്യാവേ ടുന്നിട്ടു ഉറക്കറതിരി കൊണ്ട വന്നിട്ട് താൻ തുറന്നു തൻകണവൻ ഭർത്താവിന്റെ പാദം തൊട്ടു തിരുനിറയിലും കുടിവെച്ചു മുറ്റത്തിറങ്ങുന്നല്ലോ മുറ്റാമടിക്കുന്ന കുറ്റിച്ചൂലെടുത്തു പെണ്ണ് മുറ്റം വേഗം തന്നെ ആശിയും പൂശിയും നിലനിൽക്കുമ്പോ കന്യാവുടുത്തിരുന്ന വെള്ളയാടക്കൂടി തലക്കിൽ ചുകപ്പുമാറ് വെള്ളൂതിരം മറുകൊണ്ടു കന്യാവ് മാറത്ത് കൈവച്ചു അയ്യോ എന്നങ്ങനെ കരഞ്ഞു വേഗം തന്നെ മൂന്നിനോട് മടങ്ങടന്നു നാലിനോട് വേനാടി കുളിച്ചു അജുനീരും കുളിച്ച് കാണുന്നല്ലോ വട്ടകയിലെ നീർപോരു കൊണ്ടുപോരുന്നല്ലോ എല്ലാത്തിന്റെ ഇറ കുളിച്ചു ഇറവെള്ളം തിന്ന് ചാലൊഴുകുന്നു നില്ലമ്മകത്തോടെ കര കൊണ്ടുപോവാ ഉപ്പോട് ഉണങ്ങല്ലരി വെള്ളം ചന്ദനപ്പൂ അമൃതനെ വേദിച്ചു ഉപ്പ് ചെന്നൂറലാകുന്നല്ലോ വെള്ളം ചെന്നു കമളവെറ്റി അരിചെന്ന് കരുവാകുന്നല്ലോ ആ തുളവേ തുളവാകുന്നു ഇത്തുളവേ തുളവാകുന്നു അമ്മി കുമ്മി കോഴിമുട്ട ഓരോളിവടി രൂപങ്ങളൊക്കെ ദയിച്ചു വന്നിക്കൊന്നാകുന്ന മാസത്തിൽ കന്യാവിനെ ഗർഭം ഉണ്ടയോ ഇല്ലയോ എന്നു ഒരിടപഴക്കം പരിപഴക്കം സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നൊരു കാലം മാസത്തിലോ വടിമുറ്റുന്നു 3 മാസത്തിലോ കന്യാവിന്റെ മുതു പറക്കുന്നു മുലക്കണ്ണ് രണ്ടും കറുകറുകറുകറുകറുന്നനെ കറുത്തു 4 മാസത്തിലോ വെട്ടി വെച്ചാക്കിയ പോലെ ഗർഭം മണി വരന്നു കണ്ടു 5 മാസത്തില് പഞ്ചമാഭൂതികൾക്ക് കമ്മഴിച്ചു 6 മാസത്തിൽ പാരാറുണ്ണിപ്പൈതലായി തിരിഞ്ഞു 7 മാസത്തിലോ എഴുந்து പിള്ളപാടെ ഇളകി കാണുന്നു 8 മാസത്തിലോ കുത്തൂമുലക്കണ്ണിലും മണിമുലപ്പാലങ്ങനെ തുരുതുരുന്നനെ തുറന്നു 9 മാസങ്ങളൊക്കെ നിറവൃതി കന്യാവ് ഇറ്റക്കല്ലും കയറി അരയിരിക്കുന്നൊരു കാലം കന്യാവ് ഭർത്താവിനെ വിളിച്ചു അരുളി ചെയ്ത് കണ്ടു അല്ലയോ എന്റെ ആരോമൽ ഭർത്താവേ നിങ്ങൾക്ക് എന്നെ വേണമെന്ന് വന്നാലോ എന്റെ വയറ്റിൽ അണിവളരുന്ന പിള്ളയെ വേണമെന്ന് വന്നാലേ ഈ ദേശത്തഴകുള്ള വയറ്റാട്ടി മാതാവിനെ കടുംപൊരുളാലെ കൂട്ടി കൊണ്ടുപോന്നേ മതിയാവുകയുള്ളൂ എന്നതിനെ കേൾക്കുമ്പോ യോഗിയാപുരുഷനല്ലേ കുളികുറി ദേവാരിതങ്ങളൊക്കെ കഴിച്ചു വടിയും കുടയാല കൈ വഴങ്ങുന്നല്ലോ അങ്ങനെ തൻപടി കിടക്കുന്നല്ലോ മറുപടി കിടക്കുന്നു ഓടവകാശം വഴിമണ്ടി കൊണ്ടവകാശം വഴിമണ്ടി ഇല്ലുവേലി ചാമവേലി ചതുർവേലികളൊക്കെ ഇടകടന്നു വഴി പോകുന്നൊരു കാലം മാതാവിന്റെ പൊന്നുമ്പോ പടിവാതിൽക്കൽ കടന്നു നിന്നു യോഗിയാപുരുഷനും വിളി പകർന്നു അല്ലയോ എന്റെ
വയനാട്ടി മാതാവേ മാതാവേ എന്ന് 4 3 7 വിളി പകരുമ്പോ വയനാട്ടി മാതാവകത്തിലും മകജാലയിൽ ഇരുന്നു എന്തോ എന്നും വിളി കേട്ടു. പുറത്തിലും പുറനാഴികയോളം ചെല്ലുമ്പോ അടകുള്ളൊരു മകനെ കാണുമ്പോ ചോദിച്ചു, മോനെ നീ എങ്ങു നിന്ന് വരുന്നടാ, എവിടേക്ക് വഴി പോകുന്നു, ഇവിടേക്ക് വന്നൊരു കാര്യമെന്താണട മകനെ? അപ്പോ പറഞ്ഞു, യോഗിയാപുരുഷനല്ലയോ എന്റെ വയനാട്ടി മാതാവേ, ഞാൻ വേളി ചെയ്തു കൊണ്ടുപോന്ന എന്റെ ശ്രീയോലംബകന്യാവ് എന്റെ താനില്ലെന്തനോട് തറവാട്ടിങ്കില് 8 9 മാസങ്ങളൊക്കെ ഗർഭം ധരിച്ചു അരയിരിപ്പുണ്ട് മാതാവേ. ആയത് കൊണ്ട് വേഗം തന്നെ മാതാവ് എന്റെ കൂടെ ഒന്ന് വഴി പോരണമെന്നങ്ങനെ അരുളി ചെയ്ത് കാണുന്ന ഒരു കാലം മാതാവ് അകത്തിൽ മകനാഴികയോളം കടന്നു ചെല്ലുന്നല്ലോ. വലിയതൊന്നു നോക്കുന്നു, ചെറിയതൊന്നു എടുക്കുന്നല്ലോ. വടിയും കുടയാലകൈ വഴങ്ങുന്നു. പൊക്കിൽ കൊടി കണ്ടു മുറിക്കുന്ന നാടകനന്ദകളെ കത്തിയാലെ കൊണ്ട് ഉന്മടിയിലെ കൊണ്ടും തിരികെ വെച്ചു മാതാവ്. പുറത്തിറങ്ങുന്നല്ലോ, പൂട്ടാവുന്നതൊക്കെ അടച്ചു പൂട്ടുന്നല്ലോ. പൂട്ടറുകൊണ്ട് ഉത്തരപ്പടിയും മേലും കൊണ്ടുവച്ചു മാതാവ്. അല്ലിമുല്ല മലർക്കാവോട് വേഗം തന്നെ നേരത്ത് വഴി ചെല്ലുന്നല്ലോ. മുറിമൂക്കൻ മുണ്ടന് ചാകരേത് വന്ദനയും കഴിഞ്ഞു ഞാനും യോഗിയാപുരുഷനും കൂടി തന്നോട് തറവാട്ടോട ചെല്ലുമ്പോ കന്യാവ് പെറ്റുപോകല്ലേ, പ്രസവിച്ചു പോകല്ലേ, അഥവാ പെറ്റു പ്രസവിച്ചു പോയി എന്ന് വന്നാലോ മാറ്റു പിള്ള മറപിള്ളയൻ കയ്യിലായിരിക്കണം. ഇതിനാമൂലി കങ്കർശന പഴയിരിക്കും. ഒരു കോടിയാടയ്ക്കും കങ്കറല്ല നാളികേരത്തിനും വാട്ടം കോട്ടം മറുത്തല്ലേ എന്ന് നാവാല ചുറ്റി മനസാല പ്രാർത്ഥിച്ചു. വയറ്റാട്ടി മാതാവും യോഗിയാപുരുഷനും കൂടി അവിടെ നിന്നും വഴിയാല വഴി നാട്ടുന്നോരുടെ കാലം ചെവിപാർത്തു നിലനിൽക്കുന്നുണ്ട്. തള്ളക്കുടലോ കേൾപ്പാനുണ്ടോ, പിള്ളയുടെ പൊക്കും മുറലോ കേൾപ്പാനുണ്ടോ എന്ന്. അന്നേരത്ത് തള്ളയുടെ പൊക്കും മുറലോ കേൾപ്പാനുള്ളൂ. പിള്ളയുടെ പൊക്കും മുറലോ കേൾപ്പാനില്ലാത്ത വഴി മൂലം കൊണ്ട് വയനാട്ടി മാതാവ് നിന്നും അരുളി ചെയ്തു, അല്ലയോ എന്റെ യോഗിയാപുരുഷ തിരുവടിയാളെ നല്ലച്ച, നിങ്ങളല്ലേ വേഗം തന്നെ കൊണ്ടുവന്നാട്ട് കുഴിഞ്ഞീന കുഞ്ഞിക്കെണ്ണത്തിൽ എണ്ണയും വെള്ളവും കുത്താമ്പാളയും പിടി കയറി കിട്ടുവാനുള്ള മുൻമുഴം കയറും ഇഞ്ചനാരും കൊണ്ടുപോരണോ എന്നതിനെ കേൾക്കുമ്പോ യോഗിയാപുരുഷനല്ലേ എണ്ണയും വെള്ളവും കുത്താമ്പാളയും പിടി കയറും ഇഞ്ചനാരും കൊണ്ട് വയനാട്ടി മാതാവിന്റെ വലം കയ്യിൽ കൊണ്ടുകൊടുത്ത് കാണുന്ന ഒരേ കാലം വയനാട്ടി മാതാവുണ്ടല്ലോ. എണ്ണയും വെള്ളവും കൂട്ടി വേദിക്കുന്നല്ലോ. ഉൽപ്പണ്ണയാക്കി മറുമരുന്നാക്കുന്നല്ലോ. കന്യാവിനെ പിടിച്ചു. കന്യാവിന്റെ എക്കിന്നും വക്കിന്നും നികളക്കും തണ്ടലക്കും മുതകത്ത് എന്നിങ്ങനെ 5 മർമ്മസ്ഥാനങ്ങളിൽ കൊണ്ട് ഉൽപ്പണ്ണ വരട്ടുന്നല്ലോ. മേൽവയറ്റിലെ പിള്ളയെ ഉഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞു കീഴ്വയറ്റിലേക്ക് കൊണ്ടുപോറുന്നല്ലോ. കീഴ്വയറ്റിലെ പിള്ളയെ ഉഴിഞ്ഞു പിടിക്കുന്നല്ലോ. കടവയറ്റിലേക്ക് കൊണ്ട് കീഴടക്കി കടവയറ്റിലെ പിള്ളയെ ഉഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞു ആസ്ഥാനത്ത് കൊണ്ടു നിലനിർത്തുന്നല്ലോ. ഓരടി പിന്നാക്കം നടത്തി കന്യാവിനെ 3 അടി മുന്നാക്കം നടത്തുമ്പോ
വയറു പിടിച്ചു 8-10 കുടഞ്ഞു കാണുമ്പോ കന്യാവ് പെറ്റുനോവ് കൊണ്ട് ഞെളിവിരുതഞ്ഞാറങ്ങളൊക്കെ കൊണ്ട് കാണുന്ന ഒരു കാലം കൊണ്ട് ഞെളിവിരുതഞ്ഞാറങ്ങളൊക്കെ കാണുമ്പോ അന്നേരത്തായിരിക്കുന്നല്ലോ ഒരാടം വെള്ള വന്ന് തുറക്കുന്നല്ലോ 2 ദിവസം നൊന്തുന്നുവേ വിളി പകരുമ്പോ ശിവനും ശക്തിയും വന്നു വരം കൊടുത്ത് കാണുന്നു 3 ദിവസം നൊന്തുന്നുവേ വിളി പകരുമ്പോ കുടം നീണ്ടി വിളിയും കഴിഞ്ഞു 5 ദിവസം നൊന്തുന്നുവേ വിളി പകരുമ്പോ പിടിച്ചിരുന്ന പിള്ള പിടി വെള്ളി വിട്ടു കുഞ്ചിക്കരണം മറഞ്ഞു തണ്ടലോടെ ചുറ്റുന്നു 6 ദിവസം നൊന്തുന്നുവേ വിളി പകരുമ്പോ കന്യാവതാരില്ലെന്നവിടെ നല്ലൊരു തറവാട്ടിങ്കലല്ലേ അറുത്തു വെച്ച നേത്രവാഴക്കുരുനിലയിൽ ആയസുള്ളൊരു ആരോ മരുണ്ണി മകനെ പെറ്റു പ്രസവം കഴിഞ്ഞ് കാണുന്നപ്പോ മാതാവ് മൂട ശീലയാല് വളർന്നു നോക്കുന്നൊരു നേരത്തുണ്ട് കന്യാവ് വേഗം തന്നെ ആയസുള്ള ആരോമനുണ്ണി മകനല്ലേ അണിവായി വളർന്നുകൊണ്ട് ഇള 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 എന്നും പറയുമ്പോ പുറത്തെല്ലാം പുറനാഴികയിൽ നിൽക്കുന്ന യോഗിയാ പുരുഷനും ചോദിച്ചു വല്ലയോ എന്റെ വയറ്റാട്ടി മാതാവേ പെറ്റതാരാകുന്നടോ പിറന്നു വീണെന്തായിരിക്കുന്നു അപ്പോ പറഞ്ഞു വയറ്റാട്ടി മാതാവ് പെറ്റത് നിന്റെ പെണ്ണ് തന്നെ മകനെ പിറന്നു വീണതുണ്ടല്ലോ ആയസും തേജസ്സും മഴകുള്ള ആരോമനുണ്ണി മകനാണ് അങ്ങനെ ആരോമനുണ്ണി മകനെന്ന് കേൾക്കുമ്പോ തറയോട് പറയോട് വെള്ളോട്ട് പാത്രത്തോടും തട്ടിലും മുട്ടിലും ഉണ്ണി മകന്റെ പേടി ശങ്കാഭയങ്ങളെ എതിർക്കുന്നല്ലോ പുരട്ട് നാളികേരം കണ്ടുറന്നു വെള്ളി ശംഖ് പൊന്നുരുദ്രാക്ഷങ്ങളൊക്കെ അരച്ചോ കലക്കി ഉണ്ണി മകന്റെ ദൃഷ്ടിയോടുകൊണ്ട് 3 കൈ കണ്ടു നിർളിച്ച് കാണുന്ന ഒരു കാലം ഉണ്ണി മകന്റെ പൊക്കിൽ കൂടി 2 ഒഴിഞ്ഞു പിടിക്കുന്നല്ലോ ചാൻ വെക്കുന്നല്ലോ 4 വിരൽ അടയാളം വെച്ചു ഇഞ്ചനാര് കൊണ്ട് കെട്ടി മുറുക്കുന്നു നാദകനെന്ന കിളിക്കത്തി കൊണ്ടും നീ മകന്റെ പൊക്കിൽ കൊടി 2 മുറിച്ചു പത്തിമേൽ മുരണ്ട ചോരയുടെ കാട്ടു നീക്കുന്നു മുട്ടി നീക്കുന്നു ഇളം മധുരം പുരണ്ട ചോര ഉണ്ണി മകന്റെ അണിചുണ്ടത്തുകൊണ്ട് മധുരം പുരട്ടി കാണുന്നല്ലോ അന്നേരത്ത് മാതാവും പറഞ്ഞു മകനെ നീയായിരിക്കുന്നു ആളില്ലാതാവുന്ന കാലത്ത് കേമനിൽ കേമനാകുന്ന കാലത്ത് നിന്റെ ചുണ്ട് കാക്കച്ചുണ്ട് കരിഞ്ചുണ്ട് കറുത്ത ചുണ്ട് ഇന്ന് വന്നാലേ അന്ന് നിന്റെ ചുണ്ട് തത്തമ്മ ചുണ്ട് പവിഴപ്പല്ലടകായിരിക്കണം മകനെ 100 മുഞ്ചുണ്ടിരിച്ച മകനെ 120 വയസ്സ് വാണിരിക്കടാ മകനെ 100 മാമാകം വേറെ തൃക്കൂത്ത് ഭരണി വേറെ പുറങ്ങളൊക്കെ കണ്ടിരിക്കടാ കുന്നത്ത് വെച്ച വിളക്ക് പോലെ കുടത്തില് പനിനീര് പോലെ വാടക്കടയിലെ ചീരത്തൈ പോലെ തെളിഞ്ഞഴകായി വരണമെന്നങ്ങനെ വാഴിച്ചു വരം കൊടുത്ത് കാണുന്നു മാതാ സമ്മാനങ്ങളും കൊടുത്തു മാതാവിനോടും പറഞ്ഞു മാതാവേ നിങ്ങൾ വേഗം തന്നെ എന്റെ മകന്റെ 28-ാം നാളും വിളിക്ക് വന്നിരിക്കണം മാതാവേ എന്നും പറഞ്ഞു മാതാവ് വേഗം തന്നെ വെച്ചില മാതാവിനോട് നല്ലച്ഛനോടും മണിയുടെ യാത്രയും കൈവഴങ്ങി വേഗം തന്നെ വഴി പോകുന്നു ഒരു നേരത്ത് വയറ്റാട്ടി മാതാവ് വേഗം തന്നെ വഴിമറഞ്ഞ വിശേഷം കൊണ്ട് പെറ്റിനാ മാതാവ് 3 മുടങ്ങിടന്നു 4 വേദാടി കുളിച്ചു
ഈറ്റപ്പുലവാരാമയും കഴിഞ്ഞ് കളഞ്ഞു 20 കഴിഞ്ഞു 28-ാം നാള് അന്നാള് മുന്നാള് കണക്ക് ഉണ്ണി മകന് വന്നീരെടുക്കുന്നു ഒരേ കാലം മറഞ്ഞുവല്ലയോ എന്റെ യോഗിയാ പുരുഷ തിരുവടിയാണ് നല്ല നമ്മൾക്കായിരിക്കുന്നല്ലോ നമ്മളുടെ നാടിൽ എന്തനോടെ നല്ലൊരു തറവാട്ടിങ്കലല്ലേ ഏറിയ നേർക്ക വഴിപാടുകളും ഉരുളികളൊക്കെ കമഴ്ത്തി കിട്ടിയ മകനല്ലേ പിറന്നുള്ളൂ ആ മകൻ 28-ാം നാളും പേർവിളികളൊക്കെ വന്നു ആയത് കൊണ്ട് നമ്മളുടെ ഉണ്ണി മകന്റെ പേർവിളികളൊക്കെ കണ്ണടങ്ങ് കൊണ്ടടങ്ങ് വലിയമ്മാവന്മാര് വലിയമ്മായിമാര് ചിറ്റച്ചിമാര് പേരച്ചിമാര് ഓപ്പമാര് അമ്മാമ്മമാര് വേഗം തന്നെ അറിവിനെ കൂട്ടണം ഭർത്താവേ എന്നതിനെ കേൾക്കുമ്പോ യോഗിയാനല്ലേ വടിയും കുടയാന കൈവണങ്ങി കൺമടി കിടന്നു മറുപടി കിടക്കുന്നല്ലോ വീണ്ടും നിരമഹാജനങ്ങളൊക്കെ അറിവിനെ കൂട്ടുവാനായി എങ്ങനെ വഴിയാല വഴി താണ്ടുന്ന ഒരു കാലം പുരുഷനുണ്ടല്ലോ ദേശങ്ങളായ ദേശത്തോടവഴിയിൽ നിന്നല്ലോ ഓടിട്ട മേൽസ്ഥാനങ്ങളിൽ കയറിത്തുന്നു ഉണ്ണി മകന്റെ 28-ാം നാളും പേർവിളികളൊക്കെ അറിവിനെ കൂട്ടുന്നല്ലോ പോരുന്നൊരു വഴിക്ക് ചേരമാഞ്ചെറുകുടി തട്ടാന്റെ കൊന്നും ഓർവടി വാതിക്കലൂടെ കിടന്നു തട്ടാന്റെ വലം കയ്യിൽ കൊണ്ട് പൊന്നു കൊടുക്കുന്നല്ലോ വെള്ളി കൊടുത്തു തളവളകിങ്ങനെ മുത്തുമണി മോതിരങ്ങളൊക്കെ പണിയും കഴിപ്പിച്ചു തട്ടാനെയും 28-ാം നാളിൽ വന്നിരിക്കണം എന്നും മറവിനെ കൂട്ടി വേഗം തന്നെ യോഗിയാ പുരുഷനായിരിക്കുന്നല്ലോ താണില്ലെന്തനോടുക തറവാടിൻ്റെതിന് മുറ്റത്തോടെ നിവര ചെല്ലുന്നു ഒരേ കാലം അങ്ങനെ താഴത്തു പറമ്പിൽ വാഴുന്നതാണില്ലെന്തനോട് തറവാടിന്റെ തിരുമുറ്റത്തോടെ വഴിയിൽ നിന്നല്ലോ അന്ന് വ്യാഴാഴ്ച അസ്തമനം വാർത്തു വിറ്റെന്ന് പുലർകാലത്ത് വെള്ളിയാഴ്ച വെള്ളോതിരം കൊള്ളുന്നൊരു നേരത്ത് യോഗിയാ പുരുഷൻ തിരുവടിയാട് നല്ലച്ഛനുണ്ടല്ലോ അല്ലിമുല്ല മലർകാ വിളിക്കുന്നു വിളക്കോട് നിറപറമണി വിളക്കും വിളർത്തി വയ്ക്കുന്നുണ്ട് അകത്തിൽ അമ്പകശാലയിൽ വേഗം തന്നെ കടന്നു ചെന്നു അകനാഴിക അടിക്കുന്നുണ്ട് തെളിക്കുന്നുണ്ടല്ലോ വിളക്കും കുളത്തി വെച്ചു നിറപറയും എടുത്തു വെച്ചു കണ്ടങ്ങ വട്ടമുൽപായ കൊണ്ട് നിവർത്തി വെച്ച് കാണുന്നുണ്ട് ഗണപതി പൂജ സരസ്വതി പൂജകളൊക്കെ കഴിഞ്ഞു അങ്ങനെ അറിയിരിക്കുമ്പോ പെറ്റിന മാതാവ് മകനെ കുളികുറി ദേവാരിതങ്ങളൊക്കെ കഴിപ്പിച്ചു കൊണ്ടുപോരുന്നുണ്ട് യോഗിയാ പുരുഷൻ തിരുവടിയാട് നല്ലച്ഛനെ മടിയെ കൊണ്ട് തെൻപടക്കുകൊണ്ട് കിടത്തി കാണുന്ന ഒരു കാലം അതേതായിരിക്കുന്നല്ലോ വേഗം തന്നെ പെറ്റിന മാതാവ് വന്നിനാ ചെറുകുടി മഹാജനങ്ങളൊക്കെ പറഞ്ഞു അല്ലയോ എന്റെ യോഗിയാ പുരുഷ നമ്മളുടെ ഉണ്ണി മകനെ പേര് വിളിക്കണമെന്ന് വന്നാരേ എന്ത് പേര് വിളിക്കണം ഏത് പേര് വിളിക്കണം അപ്പോ വന്നിന മഹാജനങ്ങളൊക്കെ പറഞ്ഞു നമ്മളുടെ താഴത്ത് പറമ്പിൽ വാഴുന്നതാണെല്ലാം നല്ലൊരു തറവാട്ടിന് പണ്ടേക്കും മൺമറഞ്ഞു പോയ വായുകാർവന്മാരുടെ കാലത്ത് കോരു എന്ന അഴകും ചിതം ചേർച്ചയുള്ള പേർ കിടപ്പുണ്ട് ആ പേര് നമ്മുടെ ഉണ്ണി മകനെ കൂട്ടി വിളിക്കാമെന്നങ്ങനെ അരുളി ചെയ്ത് കാണുന്നൊരു കാലം ായിരിക്കുന്നല്ലോ യോഗിയാ പുരുഷൻ കൊണ്ട് ഉണ്ണി മകനെ ആടാവിരിക്കുന്നുണ്ട്
കൊണ്ട് കൂറാവിരിക്കുന്നു നെല്ലിട്ട് നേൽമാവൂറുന്നല്ലോ അരിപൂജ ജലപൂജ അരിമണി ജലകണ്ഠ പുഷ്പദീപധൂപങ്ങളെ കൊണ്ട് പൂജിച്ചു അങ്ങനെ വേഗം തന്നെ യോഗിയ പുരുഷൻ മൂന്നല്ലോ കണ്ണി വെറ്റിലെ ആലേ വഴങ്ങി ഉണ്ണീ മകന്റെ ഇടഞ്ഞുകിടൽ കൊണ്ട് കരണമന്ത്രം ഉപദേശിക്കുന്നുണ്ട് വലഞ്ഞുകിടൽ കൊണ്ട് വേഗം തന്നെ പൊന്നരാമ കൃഷ്ണ ഗോവിന്ദ കോരൂ മകനെ എന്നും പേർ വിളിക്കുന്നുണ്ട് അങ്ങനെ വന്നിന മഹാജനങ്ങളൊക്കെ തളവള കിങ്ങിണി മുത്ത് മണി മോതിരങ്ങളൊക്കെ കെട്ടി മോനെ കോരൂ മകനെ എന്നും പേർ വിളിച്ച് കാണുമ്പോ വജ്രാഗണപതി പ്രസാദം മടക്കുന്നു വന്നവർക്ക് വാരി 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 കൊടുക്കുമ്പോ വട്ടത്തില് കൊണ്ട് പന്തിപ്പായല വെച്ചു ചിപ്പത്തില് കൊണ്ട് മോരുകറി വിളമ്പുന്നു ഉപ്പുമാങ്ങ വിളമ്പുന്നു കൊണ്ടോട്ടം കായുപ്പേരി അവിയലി തോരൻ വിളങ്ങുന്നല്ലോ കടുമാങ്ങച്ചാർ വിളമ്പുന്നല്ലോ പപ്പടം പായസങ്ങളൊക്കെ കൊടുത്തു അവരും വന്നു വഴിമറഞ്ഞ് വിശേഷം കൊണ്ട് പെക്കിന മാതാവ് കോരു എന്ന മകനെ വിളക്കുടനെ നിറപറമണി വിളക്കാലമാറ്റം മരത്തിൽ നിന്നും കൂത്തമ്പലം കയറ്റി കൂടി വെച്ച് കാണുന്നപ്പോ പുഞ്ചിരി കൈക്കൊള്ളണം പടയ്ക്കും കുടയ്ക്കും അണിയ പടയുടെ പൊന്നുമതിനെത്തില്ല മലവാഴിമുണ്ടയ്യ കാടുചാത്ത ചെങ്ങാതയം വാഴി അങ്ങനെ മകന്റെ 28 നാൾ പേർപിടി കല്യാണങ്ങളൊക്കെ കഴിയുന്നല്ലോ 56 കഴിഞ്ഞ 90 നാളുകളൊക്കെ ഇടകടന്ന് വഴി പോകുമ്പോ അടിക്കിട്ടാറാകുന്ന മാസത്തില് തട്ടകത്ത് വാഴുന്ന അമ്മ ഭഗവതി താണിയുടത്ത് വാഴുന്ന അമ്മ ഭഗവതിയുടെ തിരുനടയോടെ കൊണ്ട് ചെന്നു മകനായിരിക്കുന്നല്ലോ ചൂടോടുകൊടുത്തോ ഓരോ വയസ്സുകാലം പ്രായങ്ങളൊക്കെ ചെല്ലുമ്പോ ഓരടി വെച്ച് കളി തുടങ്ങുന്നു 2 വയസ്സുകാലത്ത് 2 പേർത്ത് വെച്ച് കളി തുടങ്ങുന്നു 3 വയസ്സുകാല പ്രായത്തെ മുൻപല്ല വന്നതാകുന്നല്ലോ വാചാലകി കണ്ണടക് വിഞ്ഞടകൊക്കെയും വന്നു 4 വയസ്സുകാലത്ത് നാടകശാലയാടിയോടെ നടനമാടിയങ്ങ് കളി തുടങ്ങുന്നു മകനാനെ അങ്ങനെ 5 വയസ്സുകാലത്ത് അന്യകുഞ്ഞുങ്ങളൊക്കെ തീർന്നു കണ്ട് 6 വയസ്സുകാലത്ത് അറിയാതെ കുത്തി കുണ്ടനം കൊണ്ട് വർദ്ധനഞ്ഞു 7 വയസ്സുകാല പ്രായത്തെ താനിൽ അമ്മയുടെ തറവാട്ടിലങ്ങ് ആടിയോടി അടിവളരുമ്പോ പെറ്റമ്മ യോഗിയാപുരുഷനല്ലച്ഛനെ വിളിച്ച് അരുളി ചെയ്തു അല്ലയോ എന്റെ യോഗിയാപുരുഷ എൻകണവൻ ഭർത്താവേ നമ്മൾക്കായിരിക്കുന്നല്ലോ ആരോപണോട് ഉണ്ണിപ്പൊന്മകനും പിറന്നുപോയില്ല ആ മകനെ പോഷനായും ഒന്ന് അണിവളർത്തിക്കൂടാ മകനെ കുറഞ്ഞൊരു എണ്ണങ്ങൾക്ക് വാദ്യപ്രമാണങ്ങള് കളരി അഭ്യാസങ്ങളൊക്കെ പഠിപ്പിച്ചുറപ്പിച്ച് മതിയായുള്ളെന്ന് പട പറയുന്ന കാലോ ഗുരുനാഥനായിരിക്കുന്നു ആര്യമ്മനെ 100
തടം വിളിച്ചു മകനുടെ ചൂണ്ടാടി വിരടം പിടിച്ചു 1000 മതിലായിരിക്കുന്നല്ലോ അയ ശ്രീ ഗണപനായ നമോദമായെന്ന് 9 നാമാക്ഷരങ്ങളെ കുറിപ്പിച്ചു 1056 അക്ഷരങ്ങളും പറഞ്ഞു കൊടുത്തു സൂര്യൻ 96 അക്ഷരങ്ങളും പറഞ്ഞു കൊടുത്തു വട്ടനത്ത് കോലനത്ത് മുണ്ടോല വാറൊക്കെ ദീർഘം വല്ലപുള്ളികളൊക്കെ മകനങ്ങനെ പഠിച്ചടച്ച് അടയിരിക്കുന്നതാണ് അങ്ങനെ തൊട്ടോവിടത്തെ തിരുമാണ്ടമ്മ ഭഗവതിയെ കൊണ്ടും തിരുവല്ലിക്കുളത്തപ്പൻ ശ്രീ മഹാദേവനെ കൊണ്ടും തൃശ്ശിവവേലൊരു മൂർത്തിമാരെ കൊണ്ട് കൊടുങ്ങല്ലൂരമ്മ ശ്രീ ഭദ്രകാളിയെ കൊണ്ടുള്ള പാട്ടോട് സുന്ദരാവങ്ങളെ ചിന്തുരാനങ്ങളൊക്കെ മകനെങ്ങനെ പാടും ചെല്ലിയും പറയിരിക്കുമ്പോ മറ്റുള്ള ശിഷ്യാരും നിപ്പുണ മക്കള് ഗുരുനാഥനോട് ചോദിച്ചോ അല്ലയോ എന്റെ ഗുരുനാഥ ഒരു കളരിയിൽ 2 കള്ളക്കോലിട്ട് കളിക്കുന്നതൊട്ടും ഉചിതമല്ല അഴകല്ല ഗുരുനാഥ എന്നുമെന്ന് ചോദിച്ചറിയുമ്പോ ഞങ്ങളെ കളരിയിൽ വന്നിട്ട് ഏറിയ കാലങ്ങൾ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ലേ ഞങ്ങൾക്ക് അറിയുന്ന സ്ത്രീയെന്നും അറിയില്ല ഇന്നലെ മിനിഞ്ഞാന്നേക്ക് വന്നവൻ പൂരെ എണ്ണവനായിരിക്കുന്നല്ലോ കുറഞ്ഞോട് എണ്ണം കണക്കുവാതെ പ്രമാണങ്ങളൊക്കെ പഠിച്ചു വച്ചില്ലേ എന്റെ അച്ഛനമ്മമാർ തരുന്നത് പൊന്നല്ല ഗുണമല്ലേ എന്ന് ചോദിച്ചറിയുന്ന മക്കളാണ് പാലെന്ന് വന്നാൽ കൂടിത്തിരികമായിരുന്നു മക്കളെ പളമെന്ന് വന്നാൽ ഉരുകുതിരികമായിരുന്നടാ ഇത് അക്ഷരാവിദ്യയല്ല പുണ്യം പൊരുത്തമുള്ള മക്കളെ പഠിക്കുന്നത് കൊണ്ട് നിങ്ങളൊട്ടും ദുഃഖിക്കേണ്ട മക്കളെ എന്നവണ്ണം പറഞ്ഞു ലഭനെ നിൽക്കുമ്പോ ഓരോ എന്നവൻ ഗുരുനാഥനോട് പറഞ്ഞു അല്ലയോ ഗുരുനാഥ ഞാൻ എന്റെ താനിൽ നമ്മയുടെ നിറവാട്ടോടെ വഴിയാതെ വഴി പുറപ്പെട്ടു പോവുകയാണ് എന്നെ ഗുരുനാഥൻ വരക്കും മുമ്പേ ശിഷ്യാരും മക്കളെ വരക്കും മുമ്പേ ഞാനിവിടെ നിന്ന് വഴിയാതെ വഴി പോവുകയാണ് എന്നവണ്ണോട്ട് പട പറഞ്ഞ് നിലവിനെ നിന്നതാണുള്ളതാണ് ഗുരുനാഥന് വേണ്ടുന്ന സമ്മാനങ്ങളൊക്കെ അവിടെ നിന്ന് വിശേഷമുണ്ട് കാലത്ത് 2 വാരത്തോട് പറയുന്നു പെറ്റമ്മ മാതാവിനെ താൻ പഠിച്ചുള്ള വാക്യത്തെ ശാസ്ത്രങ്ങളൊക്കെ പാടുമെങ്കിൽ നിയമസമായങ്ങ് അറിയിരിക്കുന്നു അങ്ങനെ നാളുകൾ കഴിഞ്ഞു ദിനങ്ങൾ കഴിഞ്ഞു വർഷങ്ങളൊക്കെ കഴിഞ്ഞു അറിയിരിക്കുന്നു ഒരു കാലത്ത് 19 ആണ്ടെന്ന ഇളം വയസ്സ് കാലങ്ങളൊക്കെ വന്ന് ഈരടുത്ത് പോകുന്ന കാലം വന്ന് ഈരടുത്ത് പോകുമ്പോ പെറ്റിന മാതാവിനോട് പറഞ്ഞു ഓമനാമകനിൽ നിന്ന് പറഞ്ഞു അല്ലയോ എന്റെ പെറ്റമ്മ മാതാവേ ഞാനായിരിക്കുന്ന ഇവിടെ നിന്ന് വഴിയാല വഴി പോവുകയാണ് എനിക്കും കുറഞ്ഞൊരു മണവതയെ മൂലം മന്ത്രവാദങ്ങൾ പഠിക്കണം മലയാളത്തിലെ മന്ത്രവാദി കരുത്തനാകണം എന്ന വണ്ണം പറഞ്ഞ് ഓമനാമകനും നിലവിലെ നിൽക്കുമ്പോ പെറ്റമ്മ മാതാവ് പറഞ്ഞു അല്ലടാ എന്റെ ഓമനാമകനെ നമ്മൾക്ക് മണവതിക്കാരോടുകൂടെ മന്ത്രവാദങ്ങളൊക്കെ മഴകല്ല ചിതമല്ലടാ മകനെ എന്ന വണ്ണം പറയുമ്പോൾ എന്ന മകനും പറഞ്ഞു എനിക്കായിരിക്കുന്നല്ലോ തറവാട്ടിൽ മരിച്ച ആട്ടുമാട്ട് മാരണങ്ങളൊക്കെ ഒന്ന് മരിച്ചു എന്ന് വന്ന അതൊക്കെ വെട്ടി അരമ്പരത്തുവാനായിട്ട് മണവനെ മൂലം മന്ത്രവാദങ്ങളൊന്ന് പഠിച്ച് മതിയായുള്ള എന്ന വണ്ണം പറഞ്ഞു വിലപിനെ നിൽക്കുമ്പോ പെറ്റമ്മ മാതാവ് മകനായിരിക്കുന്നു വേണ്ടുന്ന ഒരു കണ്ടപ്പാടുകളൊക്കെ ഒരുക്കി കിടക്കുന്ന
അവിടെ നിന്നായിരിക്കുന്നു. താൻ പിറന്ന തലയുടെ ഉറവാട് താഴത്ത് പറമ്പിൽ വാഴുന്ന താനില്ലം തറവാട്ടിൽ നിന്ന് മണപരിക്കാരോടുകൂടെയുള്ള മണപതി മൂലം മന്ത്രവാദങ്ങൾ പഠിക്കാറങ്ങ് വഴിപോരുന്ന മകനാണ്. ഇടകടന്ന് വഴിയാൽ വഴി പോകുമ്പോ താനില്ലം തറവാട്ടിൽ നിന്ന് വഴി പോകുമ്പോ തട്ടകത്ത് മാറുന്ന അമ്മ ഭഗവതി താന് പുറത്ത് അമ്മ ഭഗവതിയുടെ തിരുമുറയോട് നിന്ന് കൈകൂപ്പ് വന്ദനാവഴിഞ്ഞ അവിടെ നിന്നായിരിക്കുന്നു. നിമരം കിഴക്കോട്ട് നോക്കിയെന്ന് വഴിയാൽ വഴി പോകുന്ന ഒരു കാലത്ത് മുതുപ്രദേശങ്ങളൊക്കെ ഇടകടന്ന് വഴിയാൽ വഴി പോകുമ്പോ ശ്രീമാദേവനെയും കൊണ്ട് വന്ദന കഴിക്കുന്നല്ലോ. നടന്നോടി നടന്നോടി മകനായിരിക്കുന്നല്ല. പുഴയ്ക്കൽ പാടമൊക്കെ ഓടി വണ്ടിയുടെ കടന്ന് തൃശ്ശൂരിൽ ഒരു നാട്ടകത്തോടെ അങ്ങ് വഴികൊണ്ടുന്ന അങ്ങനെ ചെമ്പൂരിലമ്മ പാടമേ കാവിലമ്മ ഭഗവതിമാരെ തിരുവമ്പാടി ഉണ്ണിക്കണ്ണനെ കണ്ടോ. വടക്കുനാഥൻ അപ്പനെ കണ്ടോ. 108 നിഷ്ഠാന്തമായി 8 തിരുനാമങ്ങൾ കണ്ടോ. മകനങ്ങനെ വഴിയാൽ വഴി പോകുന്ന ഒരു നേരത്തെ മണ്ണത്തിൽ വന്ന മണ്ണുദേശങ്ങളൊക്കെ ഇടകടന്നു. ഒഴുക്കുംപാറ വഴക്കുംപാറയൊക്കെ കിടന്നു. അവിടെ നിന്ന് വഴിയാൽ വഴി പോകുമ്പോ ചെമ്പൂത്രകാവിലുമായും അമ്മ ഭഗവതിയെ കണ്ടു വന്ദന കഴിക്കുന്നു. പട്ടിക്കാരെ പാടമഞ്ചേരി ദേശങ്ങളങ്ങി ഇടകടന്നു മകനാണ്. അങ്ങനെ കുതിരാശാസ്താവിനെ കണ്ടുപിടിച്ചോളം തേങ്ങേരങ്ങളെ പിടിച്ച് അവിടെ നിന്ന് വഴിയാൽ വഴി പോകുമ്പോ കീഴേക്ക് മീരേടാനാളെ ഗംഗശാലയും മെയ്യും പുലരുമ്പോ മലയാളം വിട്ട് പാലൂർ പറവൂർ വത്തായ കൂടെ വെളിമംഗലപ്പുറങ്ങളും മലയാളമണിയല്ലോ. മലയാളത്തുകാരനായിരിക്കുന്ന കൂടുതൽ എന്ന മകനം ചോദിച്ച് അല്ലേ എന്റെ പരദേശികളെ ഇവിടെ മണത്തിൽ തെളിഞ്ഞ മണവീണെന്ന് ചോദിച്ചറിയുമ്പോ മകനോട് പറഞ്ഞു, കേട്ടിട്ടില്ലടാ മകനെ, അറിഞ്ഞിട്ടില്ലടാ മകനെ, പൊന്നമ്പലത്തിലാണ് ഒരു സ്വാമിയാരുടെ മതമെന്ന് കേട്ടറിയുന്ന ഒരു നേരത്തെ അവിടെ വഴിയാൽ ചെല്ലുമ്പോ ഗുരുനാഥനെ വിളിച്ചറിയിച്ച് ഗുരുനാഥനായിരിക്കുന്നു 1000 ശിഷ്യാരുണ്ണിപ്പുര മക്കളത്തെ പൊക്കണം പുലിത്തോയെ പഞ്ചാവൂരിച്ച് ലഹരി പകരി പമ്പരി പരമാരണ്ണം കൊണ്ട് അരഹരിക്കുമ്പോ മലയാളത്തുകാരനായിരിക്കുന്ന മകനെ കണ്ടു ചോദിച്ചു, അല്ലടാ എന്റെ ഓമന മകനെ, എവിടെ നിന്ന് വഴിയാൽ വഴി പോരുന്നടാ, എവിടേക്ക് പോകുന്നു, ഇവിടെ വന്നുള്ള കാര്യമെന്താകുന്നടാ എന്ന് മണ്ണം ചോദിക്കുമ്പോ അപ്പോൾ പട പറഞ്ഞു, ഓമന മകനായിരിക്കുന്നു ഞാനായിരിക്കുന്നു പുറനാട്ടുകര ദേശം കരയിങ്കര പുറത്തു നിന്ന് വരുന്ന ഒരു നാഥ, താഴത്ത് പറമ്പിൽ വാഴുന്ന അമ്മയുടെ തറവാട്ടിൽ നിന്ന് വരുന്നു. എനിക്ക് കുറഞ്ഞൊരു മറവതി മൂലം മന്ത്രവാദങ്ങളൊന്ന് പഠിച്ചുറക്കണമെന്ന് പട പറയുന്നു. അങ്ങനെ ഗുരുനാഥന്മാരുടെ വലങ്കുയാരെ പിടിച്ചു കൊണ്ടെല്ലാം നല്ലാതെ വന്നാല് ഗണപതി 2 ഊരിലോടനെ ബ്രഹ്മൻ ബ്രഹ്മരാജൻ വേട്ടേക്കിറ മകൻ സന്ധിയുടെ വേദാളം ചുള്ളക്കാളിടും കാളെ രക്തതുടാമണിയുടെ മൂലമണി ഗ്രന്ഥങ്ങളൊക്കെ മകനായിരിക്കുന്നു. മാനമന്ത്രങ്ങൾ മൂലമന്ത്രങ്ങളെ ചക്രമന്ത്രങ്ങൾ ഗരുഡമന്ത്രങ്ങളൊക്കെ കൊടുത്തു പഠിച്ച് ഉറച്ചങ്ങനെയിരിക്കുമ്പോ 41 ദിവസം കൊണ്ട് മകനായിരിക്കുന്ന സേവനെ ഉത്തരപ്പിക്കുന്നു. അവിടെ നിന്ന് ഗുരുനാഥന് വേണ്ടുന്ന പട്ടുന്നറങ്ങന്മാനങ്ങളൊക്കെ കൊടുത്തു ഭസ്മക്കോട്ടോടെ പറഞ്ഞെന്ന് ഭസ്മം നനച്ചുടുവാനും നനയ്ക്കാറുവാനും ഉത്തമത്തിൽ ഗുരുവരപ്പാനും അകമത്തിൽ ഗുരുവരപ്പാനും കേസരി പഞ്ചാക്ഷരം കഴിക്കുവാനും മകനെങ്ങനെ പഠിച്ചുറച്ചു. ഗുരുനാഥനോട് കൂടെയുള്ള എല്ലാ വിദ്യകളൊക്കെ പഠിച്ച് ഗുരുനാഥനെ ദക്ഷിണയാലെ കൊടുത്തു. അവിടെ നിന്ന് വനായിരിക്കുന്നല്ല എനിക്ക് കല്ലടിഞ്ഞ കടവാനും കല്ലടി കൂടെ ഒറ്റ വിളിച്ച് മാതാവിനോടുകൂടെയുള്ള 21,000 മൂർത്തികളെ മന്ത്രവാദങ്ങളൊക്കെ
പിടിച്ചുറക്കണം എന്ന വണ്ണത്തിനെന്തവരായിരിക്കുന്നല്ലോ. കല്ലടികളുടെ ഭാരം കല്ലടിക്കൂടെ ഒറ്റ വിളച്ച് മാതാവിനെ നേടി അങ്ങ് വഴിപൂരുന്നവരാണേ. ത്രികട്ടുവാണത്തിൽ നിന്നും മലയാള ചെങ്കൊടുത്തു ധരിനാഥങ്ങളൊക്കെ ഉണർത്തി കാണുമ്പോ ഏഴാം പൂർവ്വമ്രാക്കന്മാരുടെയും മൂന്നാം പൂർവ്വമ്രാക്കന്മാരുടെയും 10,000 പറവതയ്ക്കുന്ന പുഞ്ചാവൽ കണ്ടങ്ങളൊക്കെ നട്ടും നനച്ചും നിലനിൽക്കുമ്പോ മലയാള ചെങ്കിന്റെ ധരിനാഥങ്ങളൊക്കെ കേട്ടറിയുമ്പോ മാനാവുണ്ടല്ലോ നട്ടിരുന്ന നാട്ടിൽ കൊട്ടയെടുത്ത് മേലോട്ടൊരു കൊടുക്കുമ്പോ താഴേക്ക് വീഴും മുൻപ് 10,000 പറവതയ്ക്കുന്ന പുഞ്ചാവൽ കണ്ടങ്ങളൊക്കെ നട്ടും നനയേറി കാണുന്ന ഒരു കാലം. വലിയ കൂലികളൊക്കെ അളന്നു മേടിക്കുന്നുണ്ട്. കുടിമണ്ണത്ത് ചെന്നു കുപ്പി കള്ള് കുടുക്കക്കള്ളുകളൊക്കെ കുടി കഴിഞ്ഞു. ലഹരി പരിപമ്പിരി പരമാനന്ദം കൊണ്ട് നിലനിൽക്കുമ്പോ മാതാവിന്റെ ആടതുള്ളുന്നുണ്ട്, കൂറതുള്ളുന്നുണ്ട്. അമ്പിളി ചെന്നിടകൊള്ളുമ്പോ കാലിപ്പല്ല് വന്ന് കീഴറങ്ങുന്നുണ്ട്. മാതാവിന്റെ ഒരു മല കണ്ണു കുത്തിപ്പിടിച്ചു, ഇരുമല കടുക്കനെ വിറപ്പിച്ചു. വേഗം തന്നെ മാതാവിനും വഴി പൂർവാടകത്തോടെ വഴി ചെല്ലുമ്പോ മകനെ കണ്ടറിഞ്ഞു വേഗം തന്നെ മകനോട് ചോദിച്ചു, മോനെ നീ എന്തിനെ കൊണ്ടുപോവാ? ഏതിനെ കൊണ്ട് മകനെ നീ പോയി ഇവിടേക്ക് വന്നു? ഒരു കാര്യം എന്താണ്? അപ്പോ പറഞ്ഞു, മകൻ അല്ലയോ മാതാവേ, നിങ്ങളെനിക്ക് 4ാമത്തെ മണവതിയായിരിക്കുന്നു. ആയതുകൊണ്ട് എനിക്ക് കുറഞ്ഞൂറ് മണവതി മൂലമന്ത്രമാസങ്ങളും പഠിക്കണം. പഠിപ്പ് വേഗം തന്നെ പഠിച്ചുറപ്പിച്ചു തന്നേ മതിയാവുകയുള്ളൂ എന്നും പറയുമ്പോ മാതാവ് മകനെ കൊണ്ട് ഇരുമ്പഴി പൂർമാടകത്തോടെ കൊണ്ടു ചെല്ലുന്നു. ഒരേ കാലം ആനക്കുമ്പോ കൊണ്ടു പണഞ്ഞെടുത്താം 8 പലകയുള്ള മൂലമണി ഗ്രന്ഥം കൊണ്ടു കൊടുക്കുമ്പോ മകനല്ലേ പൊട്ടിച്ചു പൊടിതുടച്ചു കഴിഞ്ഞു വാച്ചു നോക്കുമ്പോ വെട്ടറുകുല നീട്ടറുകുല രക്തചാമുണ്ടി വിരിദാഹമോഹിനി എന്നിങ്ങനെയുള്ള പ്രേതഭൂതവിരാജിക്കളെ ചെഞ്ചോരൽ കൊണ്ട് തല്ലി ചൊല്ലിപ്പിക്കുവാനോ പച്ചപ്പാതിര നേരത്ത് അമ്മിത്തോട്ടിലെ കമ്പന്നം ചെയ്യുവാനെന്തോ കഴിപ്പാനെന്തോ പൂനിറപ്പാനുമുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ പഠിച്ചെടുത്തു. ഒറ്റാമുലച്ചി മാതാവ് കോരുവെന്ന മകനെ കൊണ്ട് നട്ടുച്ച നടുകൊണ്ട് പാതിരാ നേരം സമയം ചെല്ലുമ്പോ മനുഷ്യ മക്കളിറങ്ങി പിശാച് മക്കളുടെ കളിവിളയാട്ടങ്ങളൊക്കെ തുടങ്ങി കാണുമ്പോ മകനെ കൊണ്ട് മുസ്തൂജോളയോളം കൊണ്ട് കീഴറക്കുന്നല്ലോ. അരയോളം കെല്ലവേരാറ്റിൽ കൊണ്ട് പേരുറക്കി ഓരുടനെ മുന്നിന് വരുമ്പോ 1000 ദേവാമൂർത്തികളും ദേവയുള്ളുറച്ച കണ്ടുപോവാം. ഈരുടനെ മുന്നിന് വരുമ്പോ 1000 ദേവാമൂർത്തികളും ദേവയുള്ളുറച്ച് കാണുന്ന ഒരു നേരത്ത് മകനല്ലേ മാതാവിനോടും പറഞ്ഞു, അല്ലയോ മാതാവേ, എനിക്കിതിനെതിരെ കൊണ്ടും അതുപോരാ. എന്റെ താഴത്ത് പറമ്പിൽ വാഴുന്നതാണെന്നതിനോട് നല്ലൊരു തലവാട്ടിങ്കിൽ കൊണ്ടുപോയി ഞാൻ പഠിച്ചുറഞ്ഞ ദേവാമൂർത്തികളെ ഒന്നുകൂടി വെച്ച് പൂജിക്കട്ടെ മാതാവേ. ആയതും പറഞ്ഞു മകനല്ലേ അടിതൊട്ട് മുടിയോളം മുടിതൊട്ട് അടിയോളം മുടി ഭസ്മങ്ങളൊക്കെ വാരി വരയ്ക്കുന്നുണ്ട്. രുദ്രാക്ഷകുറുമാല ചെമ്പുവടി നാഗവട്ടിയാലകை വഴങ്ങി കാരവട്ടിയാലകை വഴങ്ങുന്നുണ്ട്. മാതാവിനോട് യാത്രയും പറഞ്ഞു
മകനല്ലേ താൻ പിറന്നതിനോട് തറവാടായ താഴത്തു പറമ്പിൽ വാഴുന്ന നാളിൽ തന്നോട് തറവാടും നോക്കി പാണ്ടി മണ്ഡലം പ്രദേശത്ത് നിന്ന് മലയാളം ദേശം നോക്കി മകനല്ലേ വഴിയാണ്